ഹലോ മക്കളെ, ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവവും അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ നാഷണലിസം എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റ് ഉണ്ടായി വന്നതും എന്ന് നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ ആദ്യം നമ്മൾ നോക്കണം. 1789 എപ്പോഴാണ്? 1789 ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാവുന്നത്. വർഷം ഓർമ്മിച്ച് വെക്കുക, അത് ആർക്കും മറന്നു പോകുന്നില്ല. എന്നാൽ സാർ പറയാം 1789 ഹൈലൈറ്റഡ് ദ ഐഡിയ ഓഫ് നാഷണലിസം ഫോർ ദ ഫസ്റ്റ് ടൈം. എന്താണ് നാഷണലൈസേഷൻ അഥവാ നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ആദ്യം വന്നിട്ടുള്ളത് ഫ്രഞ്ച് റവല്യൂഷനിലാണ്. ഓക്കെ, ഓർത്തു വെക്കുക, ഫ്രഞ്ച് റവല്യൂഷൻ ആണ് ആദ്യമായിട്ട് ദേശീയത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. നോക്ക് എന്താ പറയുന്നത്? ഫ്രഞ്ച് റവല്യൂഷണറീസ് took steps to create sense of collective identity among the French people. ഫ്രഞ്ച് ആളുകൾക്കിടയിൽ എന്ത് സംഭവിച്ചു മക്കളെ? ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നുണ്ടായിരുന്ന വിപ്ലവകാരികൾ റവല്യൂഷണറീസ് എന്ത് സംഭവിച്ചു? അവർ എടുത്തിട്ടുള്ള കുറച്ച് മാറ്റങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷനും അത് ഐഡിയ ഓഫ് നേഷൻ, ദ ഐഡിയ ഓഫ് നാഷണലിസം എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദ ലേ പാട്രി ആൻഡ് ലേ സെറ്റിയോൺ. എന്താ മക്കളെ ലേ പാട്രി എന്ന് വെച്ചാൽ? എന്താ മക്കളെ? നമുക്കറിയാം ഫാദർലാൻഡ് എന്ന് പറയൂലേ, ഇമ്പോർട്ടൻറ്റ് ലാൻഡ് ആണ് മെയിൻ, നമ്മുടെ ലാൻഡ്, നമ്മുടെ രാജ്യമാണ് മെയിൻ എന്ന് പറയാണ്. അതുപോലെ ലാ സൈറ്റിയോൺ. എന്താ ലാ സൈറ്റിയോൺ എന്ന് വെച്ചാൽ? സിറ്റിസൺ ആണ് അല്ലേ, സിറ്റിസൺ ആണ്. ആളുകൾ, നമ്മുടെ രാജ്യം, നമ്മുടെ പൗരന്മാരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാണ്. അതുപോലെ തന്നെ ദ ന്യൂ ഫ്രഞ്ച് ഫ്ലാഗ്, അന്നുണ്ടായിരുന്ന ഫ്ലാഗിനൊക്കെ എടുത്തു കളഞ്ഞിട്ട് പുതിയൊരു ഫ്രഞ്ച് ഫ്ലാഗ് വേണമെന്ന് റവല്യൂഷണറീസ് പറയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടി. ന്യൂ ഹൈംസ് ആൻഡ് വെയർ കമ്പോസ്ഡ് ആൻഡ് എന്താണ് ഓത്ത് ടേക്കൺ. എന്താ പറയുന്നത്? സിമ്പിൾ ആണ്. പുതിയ പുതിയ മുദ്രാവാക്യങ്ങളും പുതിയ പുതിയ പ്രതിജ്ഞകളും പുതിയ പുതിയ കവിതകളും കഥകളും ഹൈംസ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? നമുക്കറിയാം അല്ലെ, കുറെ കവിതകളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നു, റവല്യൂഷണറീസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് എന്തിന്റെ ഭാഗമായിട്ട്? നാഷണലിസം എന്നത് കൊണ്ടുവരാനുള്ള ഭാഗമായിട്ടാ. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. എന്താ പറയുന്നത്? ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അന്ന് അവിടെ ഉണ്ടായിരുന്ന എന്തായിരുന്നു? മൊണാർക്കി ആയിരുന്നു, രാജഭരണമായിരുന്നു. അതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവരിക, ഒരു പാർലമെന്റേറിയൻ, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സാധനം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ദ എസ്റ്റേറ്റ്സ് ജനറൽ വാസ് ഇലക്ടഡ് ബൈ ദ ബോഡി ഓഫ് ആക്റ്റീവ് സിറ്റിസൺസ് ആൻഡ് റീനെയിം ദ നാഷണൽ അസംബ്ലി. എന്താ പറയുന്നത്? നാഷണൽ അസംബ്ലി. 3 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അല്ലേ? എന്താണ്? മേലെ ക്ലർജി ഉണ്ടായിരുന്നു, അതിന് തൊട്ട് താഴെ നൊബിലിറ്റി ഉണ്ടായിരുന്നു, തൊട്ട് താഴെ എന്താണ് മക്കളെ? നമുക്കറിയാം മിഡിൽ മാൻ ഉണ്ടായിരുന്നു അല്ലേ? എന്താണ്? മിഡിൽ മാൻ ഉണ്ടായിരുന്നു. അവരുടെ എല്ലായിടത്തും ഒരു ഇലക്ടഡ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അതൊരു നാഷണൽ അസംബ്ലി ആയിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു അടുത്തൊരു ആവശ്യം. നോക്കിയ മക്കളെ, അതുപോലെ ഇന്റേണൽ കസ്റ്റംസ് ഡ്യൂട്ടീസ് ആൻഡ് ഡ്യൂസ് വെർ അബോളിഷ്ഡ്. എന്താണ് പറയുന്നത്? അന്ന് കുറെ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലർജിക്ക് കൊടുക്കാൻ ടൈത്ത് ടിൽറ്റ് എന്ന് പറഞ്ഞ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എല്ലാവർക്കും എന്താണ്? ഫ്രീ ആയിട്ട് നടക്കാനുള്ള അവകാശം കൊടുക്കുക. എ യൂണിഫോം സിസ്റ്റം ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. എന്താ പറയുന്നത്? എ യൂണിഫോം സിസ്റ്റം ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്. എല്ലാവർക്കും ഈക്വൽ ആക്കുക. ഒരു ഭാഗത്ത് അൺഈക്വൽ ആവാൻ പാടില്ല, ഒരു ഭാഗത്ത് കൂടുതൽ, ഒരു ഭാഗത്ത് കുറവാൻ പാടില്ല. എല്ലായിടത്തും യൂണിഫിക്കേഷൻ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതുപോലെ എന്താ മക്കളെ? റീജിയണൽ ഡയലക്ട്സ് വെയർ ഡിസ്കറേജ്. എന്താ പറയുന്നത്? റീജിയണൽ ആയിട്ടുള്ള ഡയലക്ട്സ്. അന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. യൂറോപ്പ് ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ആയിരുന്നു. അതിൽ ഫ്രാൻസും എന്തായിരുന്നു? ഫ്രാൻസിൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. കുറച്ച് ഏരിയയിൽ ഡച്ച് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് റീജിയണൽ ഡയലക്ട്. ജർമ്മൻ ഉണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മൾ ചിന്തിക്കും ഫ്രാൻസിൽ ഇങ്ങനെ ജർമ്മൻ, കുറച്ച് ഏരിയയിൽ ജർമ്മൻ സ്പീക്കിംഗ് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോൾ അങ്ങനെ റീജിയണൽ ആയിട്ടുള്ള ഡയലക്ട്സിനെയൊക്കെ ഡിസ്കറേജ് ചെയ്തിട്ട് ഫ്രഞ്ച് ഭാഷയെ മാത്രം അവരെന്ത് ചെയ്തു? കോമൺ ലാംഗ്വേജ് ആയിട്ട് പ്രഖ്യാപിച്ച് അതിനെ മാത്രം എൻകറേജ് ചെയ്തു. അപ്പൊ അത്രയേ ഉള്ളൂ മെയിൻ ആയിട്ട് മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത്. ഫ്രഞ്ച് റവല്യൂഷൻ എങ്ങനെയാണ് നാഷണലിസം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്? ആരാണ്? റവല്യൂഷണറീസ് ആണ്. വോൾട്ടയർ, മൊണ്ടസ്ക്യൂ, അതുപോലെ റൂസോ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ജോൺ ലോക്കിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് മക്കളെ നാഷണലിസം. ഇത്രയും കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നത് അവരാണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ട് നോക്കുക. സെറ്റ്.